Hey buddies, welcome to Movie Malayali. ഇന്ന് ഗസ് ഹൂ ഐ ആം എന്ന സീരീസിന്റെ എപ്പിസോഡ് 3 ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നമ്മുടെ കൂട്ടുകാരെല്ലാവരും നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും അതുപോലെ തന്നെ മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ലാസ്റ്റ് നമ്മൾ കണ്ടത് അവർ രണ്ടു കൂട്ടരും കൂടി സ്വിമ്മിങ്ങിന് പോവാൻ തീരുമാനിക്കുന്നതാണ്. ഇനി എന്താണ് കഥയിൽ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. എപ്പിസോഡിന്റെ തുടക്കത്തിലായി നമ്മൾ കാണുന്നത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു ടൈറ്റ് ആയിട്ടുള്ള കറുത്ത സ്വിമ്മിങ് സ്യൂട്ട് ഇട്ടിട്ട് വരുന്നതാണ്. ഇത് കണ്ട നമ്മുടെ ഹീറോയിനാകട്ടെ, ഇവരെന്താ ഇങ്ങനെ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വന്നിരിക്കുന്നത്, ഞാൻ ഇനി എങ്ങനെയാണ് ആ ചെയിൻ ഊരിയെടുക്കുന്നതെന്നായി അവള്. ഇവൾ ഈ സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ട് ഈ കുട്ടിയുടുപ്പിട്ടിട്ട് വന്നിട്ട് എന്താ ചെയിൻ ഇടാത്തതെന്നായി അവൻ. പിന്നീട് നമ്മുടെ ഹീറോ ആകട്ടെ സ്വിമ്മിങ് ചെയ്യുന്നതിന് മുമ്പ് വാമപ്പ് ചെയ്യുകയാണ്. അതിനിടയ്ക്ക് നമ്മുടെ ഹീറോയിനാണെങ്കിൽ വെള്ളത്തിലോട്ട് ഒറ്റ ചാട്ടം. വലിയ ആള് കളിക്കാൻ വേണ്ടി അവൾ ചാടിയതാണ്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുമുണ്ട്, നീ ഇങ്ങനെ വാമപ്പ് ചെയ്യാതെ ചാടിയാൽ നിനക്ക് എന്തേലും ഉളുക്ക് വരുമെന്ന്. അതിന് മറുപടിയായി ഹീറോയിൻ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെയൊന്നും വരത്തില്ല, ഞാൻ നന്നായിട്ടാണ് നീന്തുന്നതെന്നൊക്കെ. അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അവളുടെ ഇടുപ്പിൽ അങ്ങ് ഉളുക്ക് വന്ന് അവളാണെങ്കിൽ ആ വെള്ളത്തിൽ താന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പത്തേക്കും നമ്മുടെ ഹീറോ ആണെങ്കിൽ വെള്ളത്തിലോട്ട് ചാടി നീന്തി അവളെ പിടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവളെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നു. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ അവിടെ ഇരുത്തിയിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്നു. ആ സമയത്താണെങ്കിൽ ഒരു നേഴ്സ് വന്നിട്ട് അവളോട് പറയുകയാണ്, നിന്റെ അമ്മയുടെ നില മോശമായിട്ട് വരികയാണ്. ഓരോ ദിവസം തോറും അമ്മ എപ്പോഴാണ് കണ്ണു തുറക്കുന്നതെന്നോ ഒന്നും അറിയത്തില്ല, അതുകൊണ്ട് നീ വളരെ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് പറയുന്നു. അപ്പോഴേക്ക് നമ്മുടെ ഹീറോ അവിടെ എത്തുന്നു. ആ സമയത്ത് അവൾ ഒന്നും തന്നെ മിണ്ടുന്നില്ല. അപ്പൊ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഒരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ വരുന്നു. ആ മെസ്സേജിലാണെങ്കിൽ നമ്മുടെ ഹീറോയിന്റെ ഡീറ്റെയിൽസ് ആണ് ഉള്ളത്. അതിൽ പറയുന്നത് നമ്മുടെ ഹീറോയിന്റെ അമ്മയാണെങ്കിൽ ഒരു ആക്സിഡന്റിൽ ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടാകുകയും അതുമൂലം കോമയിൽ 10 വർഷമായി ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നു എന്നാണ്. ഇവൻ ഇങ്ങനെ മെസ്സേജ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഹീറോയിന് ക്യാനുള്ള കുത്താൻ വേണ്ടി വരുന്നത്. അവളാണെങ്കിൽ സൂചി കണ്ടതും പേടിക്കുകയാണ്. അത് കണ്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അടുത്ത് വന്ന് അവളെ ഇങ്ങനെ കണ്ണുപൊത്തി പിടിക്കുന്നു. അങ്ങനെ കുറെ നേരത്തെ ട്രിപ്പിന് ശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇങ്ങനെ തൂങ്ങി നമ്മുടെ ഹീറോയിന്റെ തോളിലോട്ട് വീഴുന്നു. പിന്നെ നമ്മുടെ ഹീറോ ചിന്തിക്കുകയാണ്, ഇവളെ കൊണ്ട് വീട്ടിൽ വിട്ടിട്ട് അവിടെ നിന്ന് ആ നെക്ലസ് എങ്ങനെയെങ്കിലും കൈക്കലാക്കണമെന്ന്. അങ്ങനെ അവൻ അവളെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോയി കാറിലോട്ട് ഇരുത്തുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന്. ഇത് കേട്ടത് നമ്മുടെ ഹീറോയിൻ പേടിക്കുകയാണ്. കാരണം എന്തെന്നോ, അവളുടെ വീട്ടിലാണെങ്കിൽ ഈ ഹീറോയിന്റെ ഫുൾ ഡീറ്റെയിലും ഉണ്ടല്ലോ. അവൾ അപ്പോൾ തന്നെ അവളുടെ ഫ്രണ്ടായ കണ്ണാടി ചെക്കന് മെസ്സേജ് അയക്കുന്നു. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ കാറിൽ കയറുന്നതിന് മുമ്പായിട്ട് അവന്റെ ഫ്രണ്ട്സിന് മെസ്സേജ് അയക്കുകയാണ്, നിങ്ങൾ എന്തായാലും അവിടെ ഉണ്ടാകണം, ഞാൻ അവളുടെ വീട്ടിലോട്ട് പോവുകയാണ്, അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ആ കണ്ണാടി ചെക്കനെയാണ്. അവനാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് അവന്റെ ഫോൺ എടുത്ത് ഗെയിം കളിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ഹീറോയിനാണെങ്കിൽ കാറിലിരുന്ന് അവന് ചറവറാന്ന് മെസ്സേജ് അയക്കണം. അവനാണെങ്കിൽ അതൊന്നും സീൻ പോലും ചെയ്യുന്നില്ല. ഈ ചെറുക്കൻ എന്താ അവിടെ കാണിക്കുന്നത്, ഞാൻ അങ്ങോട്ട് വന്നിട്ടില്ല, അവന് ചറവറാന്ന് തല്ലി നോക്കിക്കോ, ഒരു ബ്ലൂട്ടിക്ക് പോലും കാണിക്കുന്നില്ലല്ലോ, അവൻ അവിടെ എന്ത് ചെയ്യുവാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിക്കുകയാണ്. ഗെയിമിനിടയിൽ ചറവറാന്ന് മെസ്സേജ് വന്നിട്ട് അവനെല്ലാം ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെ വരുന്നതുകൊണ്ട് അവൻ അത് എടുത്തു നോക്കുന്നു. അപ്പോഴാണ് അവന് മനസ്സിലായത്, ദൈവമേ, ഹീറോ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ എന്ന്, എത്രയും പെട്ടെന്ന് തന്നെ തെളിവുകൾ ഇവിടെ നോക്കി മാറ്റണമെന്നും. അവൻ ഓടിപ്പോയി ആ ടേബിളിൽ ഉണ്ടായിരുന്ന കുറെ ഡീറ്റെയിൽസും ഹീറോയിന്റെ ഫോട്ടോയും ഒക്കെ എടുത്ത് ആ സോഫയുടെ അടിയിൽ കയറ്റി വെക്കുന്നു. പിന്നെ അവിടെ ഒരു ബോർഡിലും നമ്മുടെ ഹീറോയിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അവനാണെങ്കിൽ അതിന്റെ ഡയറക്ഷനും ചേഞ്ച് ചെയ്ത് വെക്കുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിനും കൂടി അവിടെ എത്തുന്നു. അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ ഹീറോയുടെ 2 ഫ്രണ്ട്സ് അവിടെ കാറിൽ നിൽക്കുന്നുണ്ട്. അവരിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാറിൽ നിന്ന് ഇറങ്ങിയത് നമ്മുടെ ഹീറോയിൻ പറയുന്നു, ശരി എന്നാൽ ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്, നീ പൊക്കോ എന്ന് പറയുന്നു. അപ്പോഴേക്കും നമ്മുടെ ഹീറോ പറയുകയാണ്, ഇവിടെ വരെ വന്നിട്ട് നീ എന്താ എന്നെ വീട്ടിലോട്ട് ക്ഷണിക്കില്ലേ എന്ന്. നമ്മുടെ ഹീറോയിനാണെങ്കിലോ, ഇവൻ ഭയങ്കര ശല്യമായല്ലോ, വന്ന് തൊലാന്ന് പറഞ്ഞിട്ട് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് അവനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇവര് കയറി പോകുന്നത് കണ്ട കാറിൽ നിന്ന് ജിയാങ്കാണെങ്കിൽ അവളോട് പറയുകയാണ്, കണ്ടോ, നമ്മുടെ ബോസ് ആണെങ്കിൽ എത്ര പെട്ടെന്നാണ് അവളെ വളച്ചെടുത്തത്, മിക്കവാറും ഇവര് പ്രണയത്തിലാകുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുന്നു. നമ്മളും ആ ഒരു സന്ദർഭത്തിന് വേണ്ടിയല്ലേ വെയിറ്റ് ചെയ്യുന്നത്. ജിയാങ്ങിന്റെ ഈ വർത്താനം കേട്ടിട്ട് സിക്ക് ദേഷ്യം വരികയാണ്. ജിയാങ്ങിന്റെ കൂടെയുള്ള ആ പെണ്ണിന്റെ പേരാണ് സി. ഓക്കെ, ആ വീടിന്റെ കയറുന്ന അവിടെ തന്നെയായിട്ട് ഒരു ഫ്ലവർ ഷോപ്പ് പോലെയാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് സ്റ്റെയർ കയറി പോകുമ്പോഴാണ് നമ്മുടെ ഹീറോയിന്റെ ശരിക്കുമുള്ള വീട്. കയറിയത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവിടെ തന്നെ നിൽക്കാതെ നമുക്ക് മേളിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് പറയുന്നു. നമ്മുടെ ഹീറോയിനാകട്ടെ ഹീറോയിന്റെ മുകളിൽ കൊണ്ടുപോകാൻ പേടിയാണ്.
കാരണം ഈ കണ്ണാടി ചെറുക്കനാണെങ്കിൽ ഡീറ്റെയിൽ ഒക്കെ മാറ്റിയോ ഇല്ലയോ എന്നൊക്കെയാണ് അവളുടെ ടെൻഷൻ. അതുകൊണ്ട് തന്നെ സ്റ്റെയറിലുള്ള ഒരു ചിത്രത്തിൽ നോക്കിയിരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ നിനക്ക് വെള്ളം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. ഹീറോയിൻ എന്നിട്ട് റൂമിൽ വന്ന് നോക്കുമ്പോഴത് നമ്മുടെ കണ്ണാടി ചെറുക്കനാണെങ്കിൽ എല്ലാ എവിഡൻസും മാറ്റിക്കഴിഞ്ഞു. പക്ഷെ അവൻ മാത്രം ഇങ്ങനെ നിൽക്കുകയാണ് ഒളിയാതെ. ഹീറോയിനാണെങ്കിൽ എടാ നീ മാത്രം എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത്, നീയും പോയി ഒളിയാൻ വേണ്ടി പറയുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ കണ്ണാടി ചെറുക്കനാണെങ്കിൽ പുറത്തുള്ള ജനലിലേക്ക് ചാടുന്നു. ആ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ മുകളിലോട്ട് കയറി വരുന്നു. ഇതാണ് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ എനിക്ക് തലവേദന എടുക്കുന്നു വയ്യാന്നൊക്കെ പറഞ്ഞ് അവൾ അഭിനയിക്കുകയാണ്. അപ്പോഴത്തേക്ക് വാ നമുക്കിന്ന് ഇവിടെ ഇരിക്കാം എന്ന് പറയുന്നു. പിന്നെയാണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ഡയറക്ഷൻ മാറ്റി വെച്ച ബോർഡാണെങ്കിൽ കാണുന്നു. ഇതാരാണെന്ന് ചോദിക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ്റെ ഫേസ് ഉള്ള ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് ബാക്കിലൂടെ കാണുന്നു. അവൾ ഓടിപ്പോയി അത് ഇത് എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവൾക്ക് ഇങ്ങനത്തെ ഐഡലിൻ്റെ ഫോട്ടോ ഒക്കെ ശേഖരിച്ച് വെക്കുന്ന ഓരോ പ്രാന്തൊക്കെ ഉണ്ട് അവളുടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആ കാര്യം മാറ്റിവിടുന്നു. പിന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൾക്കുള്ള മെഡിസിനുള്ള വെള്ളം എടുക്കാൻ പോകുന്നു. ആ സമയത്താണ് നമ്മുടെ ഹീറോയിൻ ആ കണ്ണാടി ചെറുക്കൻ എവിടെ ഒളിഞ്ഞു എന്ന് നോക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൾക്കുള്ള വെള്ളവുമായിട്ട് എത്തുന്നു. ആ സമയത്താണ് നമ്മുടെ ഹീറോയിൻ നോക്കുമ്പോഴതാ നമ്മുടെ കണ്ണാടി ചെറുക്കനാണെങ്കിൽ തല ഇങ്ങനെ പൊക്കി അവരെ നോക്കിയാണ്. അവൾ കയ്യിൽ കിട്ടിയ സാധനം എടുത്ത് അവന്റെ തലയിലോട്ട് ഒറ്റേറ്. അവൻ അങ്ങനെ താഴത്തോട്ട് വീണു. അപ്പോഴവന്റെ ടീഷർട്ട് ആണെങ്കിൽ അവിടെ കൊടുങ്ങുന്നു. എന്നിട്ട് നമ്മുടെ കണ്ണാടി ചെറുക്കനാണെങ്കിൽ ബാക്കിൽ നിന്നും ഫ്രണ്ടിലെ മെയിൻ ഡോറിലോട്ട് ഓടിക്കേറുന്നു. ഇവൻ ഇങ്ങനെ കയറുന്ന കണ്ട നമ്മുടെ ജിയാങ്കും സിയും ആകട്ടെ ഇവൻ എന്തിനാ അങ്ങോട്ട് കയറുന്നേ, എല്ലാവൻ നശിപ്പിക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സി ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നു. എന്നിട്ട് അവള് ജിയാങ്കിനെ ആണെങ്കിൽ കാറിൽ നിന്നും പുറത്താക്കുന്നു. ഫ്ലവർ ഷോപ്പിലോട്ട് ഫ്ലവർ വാങ്ങാൻ കയറുന്ന പോലെ കയറുന്നു. ആ സമയത്ത് നമ്മുടെ കണ്ണാടി ചെറുക്കൻ അവിടെ ഒരു ടേബിളിൽ ഒളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ അവളെ കണ്ടതും പറഞ്ഞു മേഡം ഇന്ന് ഷോപ്പ് ക്ലോസ് ആണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൾ പറയുന്നത് എനിക്ക് ഫ്ലവർ വേണം എന്നൊക്കെ. എന്നിട്ട് അവൾ ഇങ്ങനെ ഫ്ലവർ ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ണാടി ചെറുക്കം നോക്കുമ്പോഴെന്താ അവൾ സെലക്ട് ചെയ്യുന്ന പൂവൊക്കെ ഡ്രൈ ആയതാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് മാഡം ഇത് മൊത്തം ഡ്രൈ ആണ്. അതിന് മറുപടിയായിട്ട് നമ്മുടെ സി പറയുന്നത് എനിക്ക് ഡ്രൈ ഫ്ലവേഴ്സ് ആണ് കൂടുതൽ ഇഷ്ടമെന്ന്. ഇത് കേട്ട് നമ്മുടെ കണ്ണാടി ചെറുക്കൻ പറയുന്നത് മാഡം ഭയങ്കര യുണീക്കാണെന്ന്. എന്നിട്ട് അവനാണെങ്കിൽ മാഡം ഇതൊന്നും ഞങ്ങൾ വിൽക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൾ അപ്പോൾ തന്നെ പേഴ്സിൽ നിന്നും കുറേ ക്യാഷ് എടുക്കുന്നു. ഇത് കണ്ടത് നമ്മുടെ കണ്ണാടി ചെറുക്കനാണെങ്കിൽ മാഡത്തിന് ഇഷ്ടപ്പെട്ടതല്ല ഞാനത് പാക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് അവൻ ആ ടേബിളിൽ നിന്നും എണീക്കുന്നു. അവനാണെങ്കിൽ ആ സമയത്ത് പെണ്ണുങ്ങളുടെ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ട് നമ്മുടെ സി പറയുന്നത് നീയും യുണീക്കാണെന്ന്. ഇതേ സമയം മുകളിലാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ വിചാരിക്കുകയാണ് ഇവൻ എന്താ പോകാത്ത, ഇത്ര നേരമായി പറഞ്ഞിട്ടും പോകുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നത് എന്താ വീട്ടിൽ വന്ന ആൾക്ക് ചായ ഒന്നും ഇട്ട് തരുന്നില്ലേ എന്ന്. അവൾ എന്നിട്ട് ഇപ്പം തന്നെ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് കിച്ചണിലോട്ട് പോകുന്നു. എന്നിട്ട് അവളാണെങ്കിൽ ചായ ഇടാൻ വേണ്ടി ഒരുങ്ങുമ്പോഴതാ നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്ന് നോക്കുകയാണ്. കാരണം അവൻ ആ നെക്ലസിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമല്ലോ. അവൾ എന്നിട്ട് ടീ ഇടാൻ വേണ്ടിയിട്ട് കുറേ നോക്കുന്നുണ്ട്. പക്ഷെ അതിനുള്ള സാധനങ്ങളൊന്നും അവിടെ ഇല്ല. എന്നിട്ട് അവളാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഫ്ലവേഴ്സ് കട്ട് ചെയ്തിടുന്നു. ഇത് അവനെ ചെന്ന് കൊടുക്കുമ്പോഴാകട്ടെ അവൾ തട്ടി വീഴാൻ പോകുന്നു. ആ സമയത്ത് അവൻ കറക്റ്റായിട്ട് ആ ഗ്ലാസ് പിടിക്കുന്നു. നിനക്ക് ഭയങ്കര കഴിവൊക്കെ ആണല്ലോ എന്ന് ഹീറോയിൻ പറയുന്നു. പിന്നീട് താഴെയാണെങ്കിൽ നമ്മുടെ കണ്ണാടി ചെറുക്കനാണെങ്കിൽ ആ ഡ്രൈ ആയിട്ടുള്ള ഫ്ലവേഴ്സ് കൊണ്ടൊക്കെ ഒരു ബൊക്കെ ഉണ്ടാക്കി. മാഡം നിങ്ങളുടെ ബൊക്ക റെഡിയാണെന്ന് അവൻ സിയോനോട് പറയുന്നു. ഇത് കേട്ട അവളാണെങ്കിൽ അത് കാറിൽ കൊണ്ട് വെച്ച് തരാൻ അവനോട് പറയുന്നു. അപ്പോഴേക്കും നമ്മുടെ കണ്ണാടി ചെറുക്കൻ മാഡം ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞ് ആകെ പരതുകയാണ്. എന്താ നീ തന്നെ വെച്ച് തരണമെന്ന് അവൾ കർശനമായിട്ട് പറയുന്നു. പിന്നെ രണ്ടുപേരും കൂടി ആ ഡോറിൽ നിന്ന് ഒരുമിച്ച് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ രണ്ടുപേരും കൂടി കൂട്ടിമുട്ടും. മുകളിൽ നമ്മുടെ ഹീറോയിൻ കൊടുത്ത ആ ഡ്രിങ്ക് അവന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇതെന്താ ഈ ഫ്ലവറൊക്കെ ഇതിൽ ഇങ്ങനെ കിടക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നു. അപ്പം നമ്മുടെ ഹീറോയിൻ പറയുന്നു അത് ഫ്രഷ് ഡ്രിങ്ക് ആണ്, നീ കുടിക്കി, നല്ല രസമാണെന്നൊക്കെ പറയുന്നു. പക്ഷെ നമ്മുടെ ഹീറോയിൻ അത് കുടിക്കുന്നില്ല. എന്നിട്ട് ഒരു ടീ അല്ലേ ഇല്ലാത്തുള്ളൂ, എനിക്ക് കോഫി എങ്കിലും ഇട്ടതാ എന്ന് പറയുന്നു. ഇവൻ ഇനി പോവൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് അവളെ പെറുപുറത്തുകൊണ്ട് കോഫി ഇടാൻ വേണ്ടി പോകുന്നു. ആ തക്കത്തിലാണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അതിനിടയിൽ അവനൊരു പാവയുടെ ഫോട്ടോ കാണുന്നു. എന്തിനാണെന്നറിയില്ല അവനത് ഫോണിൽ ഫോട്ടോ എടുക്കുന്നു. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ജിയാങ്കിനെയാണ്. അവനിങ്ങനെ റോഡ് സൈഡ് നിൽക്കുകയായിരുന്നു. അപ്പോൾ അങ്ങോട്ട് ഷെന്നാണെങ്കിൽ അവളുടെ ഐഡിയലിന്റെ ഒരു പില്ലോയും തൂക്കി പിടിച്ച് വരികയാണ്. ഇവളെ കണ്ടതും ജിയാങ്കാക്കട്ടെ ഇവളെ അല്ലേ അന്ന് റെസ്റ്റോറൻറ്റ് വെച്ച് ഹീറോയിന്റെ കൂടെ കണ്ടത്, ഇവളെന്താ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഇവളുടെ ഡീറ്റെയിൽസ് ആണെങ്കിൽ നോക്കുന്നു. അങ്ങനെ അതിൽ നിന്നും അവന് മനസ്സിലാകുന്നത് അവളുടെ പ്രൊഫഷൻ വേറെയാണെന്ന്. എന്തോ ഇതിലുണ്ടെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവളുടെ അടുത്തേക്ക് പോയിട്ട് കൂട്ടിമുട്ടി അവളെ വീഴ്ത്തിയിടുന്നു. എന്നിട്ട് എഴുന്നേൽക്കുന്നത് പോലെ കാണിച്ചിട്ട് അവനാണെങ്കിൽ അവളുടെ പില്ലോ കീറിപ്പറിക്കുന്നു. നിനക്ക് കണ്ണില്ലടി പെണ്ണെ, നീ എവിടെ നോക്കിയാ നടക്കുന്നത്, ഇപ്പൊ കണ്ടോ നിന്റെ ഈ പില്ലോ ആണെങ്കിൽ കീറുകയും ചെയ്തു എന്ന് അവളോട് അവൻ പറയുന്നു.
ഇത് കേട്ടിട്ട് നമ്മുടെ വീണ് കിടന്ന് ഷെന്നാണെങ്കിൽ കാലി തുള്ളി എഴുന്നേക്കുവാണ്. നീ എന്താ പറഞ്ഞ പില്ലോന്നോ? ഇതെന്റെ ഐഡലിന്റെ ഫോട്ടോ ആണ്, നിനക്കറിയില്ല ഇതിന് എത്ര വില, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാന്നറിയോ ഇത് വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞ് അവനെ തോരത്തി ഓടിക്കുകയാണ് തല്ലാൻ വേണ്ടി. അതേസമയം നമ്മുടെ കണ്ണാടി ചെറുക്കനാണെങ്കിൽ ഡോറിന്റെ ഡിക്കിയിലാണെങ്കിൽ ആ ഡ്രൈ ആയിട്ടുള്ള ഫ്ലവേഴ്സിന്റെ ബൊക്ക വെക്കാൻ വേണ്ടി പോകുന്നു. അപ്പൊ നമ്മുടെ കണ്ണാടി ചെറുക്കൻ്റെ ഫോണിലോട്ടാണെങ്കിൽ ഒരു മെസ്സേജ് വരുന്നു. ഹീറോന്റെ ഡീറ്റെയിൽസ് അടങ്ങിയതാണ് അത്. അവൻ എന്നിട്ട് അപ്പോൾ തന്നെ അങ്ങോട്ട് ഓടിക്കയറാൻ നോക്കുന്നു. അതേ മെസ്സേജ് തന്നെ നമ്മുടെ ഷെന്നിനും വരുന്നു. അവളും അങ്ങോട്ട് കയറാൻ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ജിയാങ്കാണെങ്കിൽ അവളുടെ ദേഹത്ത് മനഃപൂർവ്വം വീഴുന്നു. അതേസമയം നമ്മുടെ കണ്ണാടി ചെറുക്കനും അങ്ങോട്ട് ഓടുന്നുണ്ട്. പക്ഷെ അവനെയും നമ്മുടെ സി ആണെങ്കിൽ തടഞ്ഞ് ആ കാറിലോട്ട് ഇങ്ങനെ അടുപ്പിച്ച് നിർത്തുന്നു. അപ്പോൾ അവൻ ഏതോ ഒരു ലോകത്ത് പോയ പോലെ ഇങ്ങനെ അന്തളിച്ച് നിൽക്കുകയാണ്. അതേസമയം നമ്മുടെ ജിയാങ്കാണെങ്കിൽ അവളുടെ ദേഹത്തും കിടക്കുകയല്ലേ. അവളാണെങ്കിൽ ദേഷ്യത്തോടെ അവനെ തട്ടി മാറ്റി അവന്റെ ദേഹത്തേക്ക് കയറിയിരുന്ന് അവന്റെ മോന്തക്കിട്ട് 2-3 കൊടുക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മുടെ ജിയാങ്ക് പറയുന്നുണ്ടോ, എടി മോത്തേക്ക് തല്ലല്ലേടിന്ന്. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിന്റെ അടുത്താണെങ്കിൽ ഫാക്സ് വരികയാണ്. അവൾ അപ്പോൾ തന്നെ ഓടിപ്പോയിട്ട് അത് ഓഫ് ആക്കുന്നു. ഇവളെ കണ്ടത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ഫോട്ടോ എടുത്തിട്ട് പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് വരുന്നു. എനിക്കിപ്പോൾ പോകാൻ സമയമായി, ഞാൻ പിന്നീട് ഒരു ദിവസം വന്ന് കോഫി കുടിച്ചോളാം. നമ്മുടെ ഡേറ്റിംഗ് ഇപ്പൊ പകുതി വെച്ച് നിന്ന് പോയില്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തതിന് ഐലൻഡിലോട്ട് പോയാലോ, അവിടെ വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചില്ലടിക്കാമെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിനും വിചാരിക്കുന്നു ഇതാണ് പറ്റിയ അവസരമെന്ന്. എന്നിട്ട് അവൾ ഓക്കെ പറയുന്നു അവനോട്. പിന്നീട് അടുത്ത സീനിലായി നമ്മൾ കാണുന്നത് നമ്മുടെ ജിയാങ്കാണെങ്കിൽ ഇങ്ങനെ മുഖത്തടിയും വാങ്ങിച്ച് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് അടിയും വാങ്ങിത്തിരിക്കാൻ നിനക്ക് നാണമില്ലേ എന്നൊക്കെ നമ്മുടെ സീ പറയുകയാണ്. നീയാണെങ്കിലോ ആ കണ്ണാടിക്കാരൻ ചെറുക്കനായിട്ട് എന്ത് റൊമാൻസ് സീനായിരുന്നു കാണിച്ചോണ്ടിരുന്നേ ആ കാറിന്റെ സൈഡിൽ നിന്നൊക്കെ അവനും കമന്റ് അടിക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ സീ ആണെങ്കിൽ ആകെ ചമ്മി നാറിപ്പോയി. അവൾ എന്നിട്ട് നമ്മുടെ ഹീറോയിനോട് ചോദിച്ചു എന്തെങ്കിലും ക്ലൂ കിട്ടിയോ എന്ന്. അപ്പോഴത്തേക്കും അവൻ്റെ കയ്യിലുള്ള ആ ഡോളിന്റെ ഫോട്ടോ എടുത്തിട്ട് അവളെ കാണിക്കുകയാണ്. ഇനി നമുക്ക് ഇതാണ് ആകെയുള്ളത് എന്ന്. ഇതേ സമയം മറ്റൊരിടത്താണെങ്കിലോ നമ്മുടെ ഹീറോയിനും ഫ്രണ്ട്സും സംസാരിക്കുകയാണ്. ആകെ ഇനി ഒരു ദിവസം കൂടിയുള്ളൂ, നമ്മൾ എങ്ങനെ ഇനി ഹീറോയിന്റെ കയ്യിൽ നിന്ന് ആ ലോക്കറ്റ് തട്ടിയെടുക്കുമെന്ന്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് അവൻ പ്രൊട്ടക്ട് ചെയ്ത ഓരോ സീനും ഇങ്ങനെ ഓർത്ത് ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുകയാണ്. അവൾക്കാണെങ്കിൽ അവനോട് എന്തോ ഒരു ഇഷ്ടം തോന്നുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഷെൻ വന്നിട്ടാണെങ്കിലോ എൻ്റെ ഐഡലിൻ്റെ പില്ലോ പോയി, ഇനി എന്ത് ചെയ്യും, എനിക്ക് തോന്നുന്നു തയ്ച്ച് താന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കിടന്ന് കരയുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൾക്കതിന് സഹായിക്കുന്നു. അവളാണെങ്കിൽ അവിടെ നമ്മുടെ ഹീറോയിനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മുടെ ജിയാങ് ആണെങ്കിൽ ഷെന്നിനെയാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്. അവളുടെ കയ്യിൽ നിന്ന് 2 കിട്ടിയാലെന്താ, അവൾ നല്ലൊരു സുന്ദരിയാണെന്നാണ് അവൻ്റെ ഇപ്പം ചിന്ത. പിന്നെ നമ്മുടെ സി ആണെങ്കിൽ ആ ഡ്രൈ ഫ്ലവറൊക്കെ എടുത്തിട്ട് കളയാൻ പോവുകയാണ്. അവൾ അങ്ങനെ കളയാൻ പോകുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സതിനെ സമ്മതിക്കുന്നില്ല. അവൾ അതിനെ നോക്കി ചിരിച്ചിട്ടാണെങ്കിൽ അത് തിരിച്ചുകൊണ്ട് വെക്കുന്നു. എന്തൊക്കെയല്ലേ ഇവിടെ നടക്കുന്നത്. ഇതേ സമയം നമ്മുടെ കണ്ണാടിക്കാരനാണെങ്കിലും നമ്മുടെ സീനെ കുറിച്ച് ഓർത്ത് കോഡിങ് ചെയ്യുകയാണ്. ലാസ്റ്റ് ഡേ ഒരു ലവ് പോലെ ഇങ്ങനെ വരികയാണ്. പിന്നെ അടുത്ത സീനിലായി നമ്മൾ കാണുന്നത് ഹീറോയും ഹീറോയിനും കൂടി ആ ഐലാൻഡിലോട്ട് പോകുന്നതാണ്. അവരെ അങ്ങോട്ട് പോകുന്നത് ബോട്ടിലൂടെയാണ്. എന്നിട്ട് അവിടെ ചെന്ന് അവർ രണ്ടുപേരും ഇറങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവളാണെങ്കിൽ ആ ഐലാൻഡിലുള്ളത് കൊണ്ട് അവൾക്കാണെങ്കിൽ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ അറിയാം. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി നടന്ന് അവിടെ പിള്ളേരൊക്കെ കളിക്കുന്ന ഒരു ചെറിയൊരു സ്ഥലമുണ്ട്. മിക്കവാറും എല്ലാവരും അവിടെയാണ് കളിക്കാൻ വരുന്നത്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇവൻ തേടിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടി ഇവിടെയൊക്കെ വന്ന് കളിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അവൾ ഇങ്ങനെ പറയുകയാണ്, എൻ്റെ ചെറുപ്പത്തിലാണെങ്കിൽ ഞാനിവിടെ ഒത്തിരി വന്ന് കളിച്ചിട്ടുണ്ടെന്നൊക്കെ തള്ളി വിടുകയാണ്. നമ്മുടെ ഹീറോ ആകട്ടെ അവളെ ഒരു ഊഞ്ഞാലിൽ ഇങ്ങനെ ഇരുത്തി ആടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പോൾ വേണ്ട അവരുടെ പുറകെ നിന്ന് നമ്മുടെ ആ ബാർ ഓണർ ആനയും കൂട്ടം നടന്നു വരികയാണ്. ഇവനെ കണ്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ എൻ്റെ പൊന്നി ഇവൻ എന്താ ഇവിടെ നിന്നായി. ശരിക്കും പറഞ്ഞ ആനയും ഇവളെ ഫോളോ ചെയ്ത് വന്നതാണ്. പക്ഷെ അപ്രതീക്ഷിതമായി കണ്ട പോലെയാണ് ഇവനെ ആക്ട് ചെയ്യുന്നത്. ഇവനെ എങ്ങനെയും ഒഴിവാക്കണം, അല്ലെങ്കിൽ പ്ലാനിങ് ഒന്നും നടക്കില്ല, ഇവൻ എപ്പോഴും ഇങ്ങനെ തടസ്സമായി കൊണ്ടിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇങ്ങനെ പറയുകയാണ്, ഞങ്ങളാണെങ്കിൽ സവാരിക്കുള്ള ടിക്കറ്റിന് വേണ്ടി പോകുന്നുണ്ട്, നീ ഞങ്ങളോട് വരുന്നുണ്ടോ എന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ അനിയൻകുട്ടനാണെങ്കിൽ ഞാനും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറഞ്ഞു, എന്നാ ഞങ്ങൾക്കുള്ള ടിക്കറ്റ് പോയി നീ എടുക്കാൻ പറഞ്ഞു. ഹീറോയിൻ പറഞ്ഞതുപോലെ നമ്മുടെ അനിയൻകുട്ടനാണെങ്കിൽ ടിക്കറ്റും ഒക്കെ എടുത്ത് അവിടെ ഇങ്ങനെ ബോട്ടിലിരുന്ന് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ദേ നമ്മുടെ ബോട്ടാണെങ്കിൽ എടുത്തു. അയ്യോ എൻ്റെ ഫ്രണ്ട്സും കൂടെ കയറാനുണ്ടെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ എഴുന്നേക്കുമ്പോഴത്തേക്കും ബോട്ടാണെങ്കിൽ എടുത്തു കഴിഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയും ഹീറോയിനും കൂടി അങ്ങോട്ടെത്തി, സാരമില്ല നീ പൊക്കോ നമുക്ക് അല്ലേ പിന്നെ കാണാം, ഞാൻ വിളിക്കാം, അവിടെ എത്തിയിട്ട് നീ അക്കരെ എത്തിയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇങ്ങനെ ടാറ്റ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അനിയൻകുട്ടൻ ആ ഫോൺ ചെയ്യുന്നു പറഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ കാണിച്ച് അവനാണെങ്കിൽ ആ ഫോണാണെങ്കിൽ വെള്ളത്തിലും ഇടുന്നു.
അവന്റെ ശല്യം ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയും ഹീറോയിനും കൂടി ആശ്വസിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ അനിയും കുട്ടനാണെങ്കിൽ അക്കരെ എവിടെയോ നിന്നിട്ട് ആകെ പെട്ട അവസ്ഥയിലാണ്. അവന്റെ കയ്യിലാണെങ്കിൽ പൈസയുമില്ല, ഫോണുമില്ല. അപ്പോൾ അവൻ ഇരുന്നോണ്ടിരുന്ന സ്ഥലത്താണെങ്കിൽ ഒരാൾ വന്ന് അക്കരയിലോട്ട് പോവാൻ നിൽക്കുകയാണ്. അവനാണെങ്കിൽ ഓടി വന്നിട്ട് അയാളോട് പറഞ്ഞു, എന്നെ ഒന്ന് അപ്പുറത്തേക്ക് കൊണ്ടുവിടാവോ, ഞാൻ നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് ഇത്ര ക്യാഷ് വേണം. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ അടുത്ത് ക്യാഷ് ഇല്ല, ഞാൻ വേറെ എന്തെങ്കിലും തരാമെന്ന്. എൻ്റെ ആകെ ഈ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, ഇത് ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കിയതാണ്, ഇത് യൂണീക്ക് പീസാണ്, ഇത് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് അവൻ തള്ളി മറിക്കുകയാണ്. ഇതും പറഞ്ഞ് ഇവനാണെങ്കിൽ നോക്കുമ്പോൾ അതാ ഐലാൻഡിലെ എല്ലാവരും അതേപോലത്തെ കോപ്പി ഡ്രസ്സ് ഇട്ടിട്ട് നിൽക്കുകയാണ്. നീ എന്നെ പറ്റിക്കൊന്നും വേണ്ട, എനിക്കിതിൻ്റെ ഈ ഡ്രസ്സൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അയാളാണെങ്കിൽ അവനെ ആട്ടി വിടുന്നു. അയ്യോ, എൻ്റെ കയ്യിലാണെങ്കിൽ നിങ്ങൾക്ക് തരാൻ ക്യാഷ് ഒന്നുമില്ല, നിങ്ങളുടെ ഫോൺ തരികയാണ്, ഞാൻ ആരെങ്കിലും വിളിച്ച് ഹെൽപ്പെങ്കിലും ചോദിക്കുമോ, ഒന്ന് തരാമോ എന്ന് ചോദിച്ചിട്ട് അവനാണെങ്കിൽ ആ ഫോൺ വാങ്ങിയിട്ട് അവൻ്റെ ഫ്രണ്ടിനോട് ഹെൽപ്പ് ചോദിക്കുന്നു. പിന്നെ നമ്മളെ കാണിക്കുന്നത് ഹീറോയിനെയുമാണ്. അവളാണെങ്കിൽ അവനെ അവിടുത്തെ ലൈറ്റ് ഹൗസിലോട്ട് കൊണ്ടുപോവുകയാണ്. അവളാണെങ്കിൽ ആ ലൈറ്റ് ഹൗസിലേക്ക് കടക്കേണ്ട കീ ആണെങ്കിൽ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അവൾ ആ ഐലാൻഡിലുള്ളതുകൊണ്ട് അവൾക്ക് എല്ലാം അറിയാം. എന്നിട്ട് അവൾ ആ കീ എടുത്ത് അത് തുറന്ന് അവനെയും കൊണ്ട് അകത്തേക്ക് കയറുന്നു. അതിന്റെ സ്റ്റെയർ കയറി മുകളിലോട്ട് പോകുമ്പോൾ അവിടെയുള്ളൊരു ചുമരിലാണെങ്കിൽ ചെറുപ്പത്തിൽ അവൾ വരച്ചൊരു ചിത്രമാണ് കാണുന്നത്. അതിലൊരു ആണും പെണ്ണും കൂടി ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അതിന് താഴെയായിട്ട് 2 പേരും എഴുതിയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഹീറോയിന്റെ പേരും വേറെ നമ്മുടെ ഹീറോയിന്റെ കൂട്ടുകാരന്റെ പേരും. പിന്നീട് അവർ 2 പേരും കൂടി ആ ലൈറ്റ് ഹൗസിന്റെ സൈഡ് പോയിട്ട് ഇങ്ങനെ കാഴ്ചയും കണ്ട് നിൽക്കുകയാണ്. അങ്ങനെ അവൾ ഒരു മൂളിപ്പാട്ടും പാടുകയാണ്. അടുത്തതായിട്ട് ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇന്നത്തെ ദിവസം തീരാൻ വേണ്ടിയിട്ട് ഇനി ഒരു രാത്രിയും കൂടെ ഉള്ളൂ. ഇവർ 2 കൂട്ടരും ഇനി ആ നെക്ലസിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നതെന്ന് നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ വീഡിയോ ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം.